ഇതൊക്കെ തിന്നു കഴിഞ്ഞ് ചൊറിയൂലേ ആവോ? ഞാൻ ആദ്യമായിട്ടാണ് ഞാനിത് കാണുന്നത്. ഇത് പരിപ്പിട്ട് കറി നല്ല ടേസ്റ്റാണ്. ഞാൻ ആദ്യമൊക്കെ ഉണ്ടാക്കിനെ. ഇതില്ല, ഇത് ചൊറിയുന്നുണ്ട്. അയ്യോ, എനിക്കിവിടെ ചൊറിയ പോലെ തോന്നുന്നുണ്ട്. ഒന്നുമ്പോ 2 ഉള്ളത്, ഒന്നുമ്പോ 3 ഉണ്ട്. അപ്പൊ അതായിരിക്കില്ലേ? ഇന്നത്തെ സ്പെഷ്യൽ വിഭവം എന്ന് പറയുന്നത് നമ്മളെ പറമ്പിലുള്ള ചൊറിയനില്ലേ, അതായത് നമ്മൾ ചൊറിഞ്ഞാണം വെച്ചിട്ടുള്ളൊരു തോരണം, അതേപോലെ തന്നെ ചേമ്പ് വെച്ചിട്ടുള്ള ഒരു താളുകറിയാണ് കേട്ടോ. അത് കാണുന്നത് നമ്മുടെ വീടാണ്, തറവാട് വീടാണ്. അപ്പൊ അതിന്റെ ഫ്രണ്ട് പോർഷനിൽ കുറച്ച് ഇങ്ങനെ കാട് പോലെ ഇങ്ങനെ കിടക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അവിടെ ഇങ്ങനെ കുറേ പുല്ലുമൊക്കെ ആയിട്ട് കിടക്കുന്നുണ്ട്. അപ്പോൾ അവിടെ നിന്നാണ് നമ്മൾ ചേമ്പ് എടുക്കാൻ വേണ്ടി വരുന്നത്. അപ്പോൾ വല്യമ്മ ചേമ്പ് പൊട്ടിക്കാന്ന് പറഞ്ഞപ്പോൾ എനിക്ക് പറഞ്ഞു ഞാനും കൂടി വരാമെന്ന് വെച്ചാൽ ഇങ്ങനെ പോയതാണ്. അപ്പോൾ 3 എണ്ണം ഉള്ളതിനകത്ത് 1 എടുക്കേണ്ടത് എന്നാണ് വല്യമ്മ പറഞ്ഞത്. വല്യമ്മ കേട്ടോ പറഞ്ഞത്. അപ്പോൾ ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത്. ഞാൻ ചേമ്പിൻ്റെതൊക്കെ കഴിച്ചിട്ടുണ്ട്, പക്ഷെ ചൊറിഞ്ഞാണത്തിൻ്റെ ഇല ഉപ്പേരി വെച്ച് തിന്നാൻ പോകുന്നത് ആദ്യമായിട്ട്. അതുകൊണ്ട് നിങ്ങളും കൂടി കാണിക്കാന്ന് വിചാരിച്ചു. നിങ്ങളിത് കഴിച്ചിട്ടുണ്ടോ? പഴയ ആൾക്കാരൊക്കെ ജസ്റ്റ് കഴിച്ചിട്ടുണ്ടെന്ന് തോന്നുന്നു. പണ്ടത്തെ കാലത്തിൽ അങ്ങനെയല്ല. ഇപ്പോഴത്തെ ബർഗറും പിസയും അതും ഇതും കുതൊന്നും ഇല്ലാത്ത പോലെ അവിടെ പണ്ട് ചേമ്പും താളും ചക്കയും മാങ്ങയും തേങ്ങയൊക്കെ തന്നെയായിരുന്നു. അപ്പോൾ ചൊറിഞ്ഞാണം വെച്ചുള്ള കറി കഴിച്ചു കഴിഞ്ഞാൽ ചൊറിയത്തില്ലേ എന്നാണ് എൻ്റെ ഒരു ഡൗട്ട്. ഞാൻ ആദ്യമായിട്ട് അതുകൊണ്ട് ടേസ്റ്റ് ചെയ്തിട്ട് നിങ്ങൾക്ക് പറഞ്ഞു തരാമെന്ന് വിചാരിച്ചു. അങ്ങനെ നമ്മൾ കഷ്ടപ്പെട്ടത് നമ്മളിത് ചേമ്പ് പറിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പം 3 ഉള്ളതിനകത്തുനിന്ന് 1 നമ്മൾ പറിച്ചു വെച്ചിരിക്കുന്നത്. അങ്ങനെ നമുക്ക് ആവശ്യത്തിനുള്ള ചേമ്പൊക്കെ നമ്മളിതേ വെട്ടിക്കൊണ്ടിരിക്കുകയാണ്. ചൊറിയൻ്റെ ഇല നേരത്തെ തന്നെ ശേഖരിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു, പക്ഷെ ഞാനത് കണ്ടില്ല, ഞാൻ അറിഞ്ഞില്ല. അവരെടുത്തോണ്ട് വന്നു കഴിഞ്ഞതിന് ശേഷമാണ് ഇന്ന് ഇതാണില്ലേ കറിയെന്ന് എനിക്ക് മനസ്സിലായത്. അപ്പം അത് നിങ്ങൾക്ക് കാണിച്ചു തരാം. ഇതാണ് സംഭവം കണ്ട, കറക്റ്റ് ചൊറിയനല്ലേ. അപ്പോൾ ഇവർ നന്നാക്കിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. അതിൻ്റെ ഇടയ്ക്ക് ഞാൻ ചൊറിയണില്ല എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അപ്പോൾ ഈ ചൊറിയണില്ല എന്നൊക്കെ പറഞ്ഞിട്ട് കുറച്ച് കഴിഞ്ഞപ്പോൾ ഇതേ ചൊറിഞ്ഞുകൊണ്ടൊക്കെ ഇരിക്കുന്നു കേട്ടോ. അപ്പോൾ ഇതിപ്പോൾ കഴിച്ചു കഴിഞ്ഞാൽ ചൊറിയത്തില്ല എന്ന് പറഞ്ഞിട്ട് ഇനിയിപ്പോൾ കഴിച്ചാൽ ചൊറിയോ എന്നാണ് ഇപ്പം എൻ്റെ ഡൗട്ടായിട്ടിരിക്കുന്നത്. അവരത്രയും കോൺഫിഡൻ്റ് ആയിട്ടാണ് കേട്ടോ ഇത് അവരിങ്ങനെ മുറിച്ചുകൊണ്ടിരിക്കുന്നത്. ഇപ്പം എൻ്റെ കൂടെ 2 വല്യമ്മമാരുള്ളതിനകത്ത് ഒരു വലിയ വല്യമ്മയാണ് ഇത് നന്നാക്കിക്കൊണ്ടിരിക്കുന്നത്. വേറെ വല്യമ്മ കഷ്ണങ്ങളാക്കി മുറിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അത് എതിരാന്ന് വെച്ച് കഴിഞ്ഞാൽ ആൾക്ക് വീട്ടിൽ പോയിട്ട് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ആൾ വീട്ടിലേക്ക് നേരെ പോവുകയാണ്. അപ്പോൾ അത് കാരണം വലിയ കഷ്ണങ്ങളായിട്ട് ഇങ്ങനെ മുറിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്നിട്ട് ജസ്റ്റ് ഒന്ന് കഴുകി കിറ്റിൻ്റെ അകത്താക്കി കൊണ്ടുപോകാൻ വേണ്ടിയിട്ടാണ്. പിന്നെ ഇത് ഞാൻ ആദ്യം വിചാരിച്ചത് എന്തിനാ ഇത്രയും വലിയ കഷ്ണങ്ങളാക്കണേ. ഞങ്ങളുടെ നാട്ടിലുള്ള അങ്ങനത്തെ സാധനമൊക്കെ എനിക്കറിയാൻ പാടില്ല, ഞാൻ കണ്ടിട്ടില്ല. ചോദിച്ചിട്ട് എന്ത് കാര്യമാണ്? കുനു കുന കുനു 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 കുനു. അവർ രണ്ടുപേരും താഴ്ത്തിരുന്നത് കുനുകുന അറിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ ഇടയ്ക്ക് നമ്മുടെ നല്ല കടച്ചൊക്കെ നമ്മൾ വെന്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അത്യാവശ്യം നല്ല രീതിയിൽ വെന്തിട്ടുണ്ട്. ഇനിയിപ്പോൾ മസാല കൂട്ടി മറ്റേ കടുക് വറുത്തിട്ട് എടുത്താൽ മതി. അപ്പോഴേക്കും നമ്മുടെ ചൊറിയനിലേക്ക് ഇവർ കഴുകിയൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അടുപ്പ് കണ്ടിട്ട് മോശം അടുപ്പാണെന്ന് വിചാരിക്കേണ്ട, നമ്മുടെ പഴയ തറവാടാണ്, അതുകൊണ്ട് അതങ്ങനെ ഇരിക്കുള്ളൂ കേട്ടോ. അത് വൃത്തികേട് അങ്ങനെ വിചാരിക്കണ്ട കേട്ടോ. പിന്നെ കുറേ ഉണ്ടായിരുന്നു, അതിങ്ങനെ നന്നായിക്കൊണ്ടിരിക്കരുത്. എന്ത് കഴിയുമ്പോൾ ഒന്നും ഉണ്ടാവില്ലല്ലോ. വല്യമ്മ ചീര ഉണ്ടാക്കണേ. ഞാൻ വ്ലോഗ് എടുക്കുന്നതൊക്കെ അവർക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അപ്പോൾ വലിയ വല്യമ്മയ്ക്ക് ഭയങ്കര ഡൗട്ടായിരുന്നു, ഞാൻ ഈ വീഡിയോ ഒക്കെ എടുത്തിട്ട് ആർക്കാ ഇങ്ങനെ അയച്ചു കൊടുക്കുന്നേ, ആരോടെ എന്തൊക്കെ പറയാന്നൊക്കെ ഭയങ്കര ഡൗട്ടൊക്കെ ഉണ്ടായിരുന്നു. അവർക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ഞാനിങ്ങനെ വീഡിയോ ഒക്കെ എടുക്കുന്നത്. അത് പഴയ തലമുറയിലെ ആൾക്കാരല്ലേ, അപ്പോൾ അവർ പഴയ രീതിയിലൊക്കെ എനിക്ക് ഭയങ്കര അത്ഭുതമാണ്. ചില സമയത്ത് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അങ്ങനെ ഒരാളാണ് കേട്ടോ. അപ്പോൾ നമ്മൾ ചീനച്ചട്ടിക്കകത്ത് കുറച്ച് കഞ്ഞിവെള്ളമാണ് എടുത്തിരിക്കുന്നത്. അതിനകത്തേക്ക് മുളക് അരിഞ്ഞിട്ടിട്ടാ, എന്നിട്ട് ഉപ്പ് ഇട്ടിട്ട് ജസ്റ്റ് ചൊറിയനെല്ലാം നമ്മൾ അതിനകത്തേക്ക് ഇടും. എന്നിട്ട് നമ്മളത് വറ്റിച്ചെടുക്കുക, പെട്ടെന്ന് വാടുമല്ലോ. അങ്ങനെയാണ് കേട്ടോ ഒരു കറി ഉണ്ടാക്കാൻ ഉദ്ദേശിക്കുന്നത്. അപ്പം ഞാനിത് തിന്നിട്ടില്ല, അപ്പം ആദ്യമായിട്ടാണ് തിന്നണത്. ഇവർ തിന്നു കഴിഞ്ഞാൽ ചൊറിയില്ല എന്ന് പറയുന്നുണ്ട്. അപ്പം ആ ഒരു വിശ്വാസത്തിൽ നമുക്ക്
എങ്ങനെയുണ്ട് ജസ്റ്റ് നോക്കാലോ, ടേസ്റ്റ് ഉണ്ടോ അങ്ങനെ. നമ്മളിപ്പോൾ എന്തുമാത്രം പല ടൈപ്പ് ഓഫ് ചീരേൻ്റെ കഴിക്കണതാണ്. അതുപോലെ തന്നെ കാട്ടുചീരയൊക്കെ എടുത്ത് കഴിക്കുന്നതല്ലേ. നമ്മുടെ ഇവിടെ ഒന്നും അങ്ങനെ കഴിക്കാറൊന്നുമില്ല. നമ്മൾ ഓണത്തിന് ഒരു റെഡ് ചീരയില്ലേ, അത് മിക്കവരും പൂക്കളത്തിൽ ഇടണ മാത്രമേ ഞാൻ കണ്ടിട്ടുള്ളൂ. പക്ഷെ നമ്മൾ നാട്ടിലില്ലാഞ്ഞിട്ടല്ല, അത് അറിയില്ലാത്തതുകൊണ്ടാണ്, അത് കഴിച്ചാൽ നല്ലതാണെന്ന് അറിയില്ലാത്തതുകൊണ്ടാണ്. അപ്പം അതുപോലെ വ്യത്യസ്തമുള്ള ഒരുപാട് ഇലകളൊക്കെ നമ്മൾ കറി വെച്ച് കഴിക്കാറുണ്ട്. അപ്പം ഇത് ആദ്യമായിട്ട് അതുകൊണ്ട് ജസ്റ്റ് വീഡിയോ ഒക്കെ എടുക്കാന്ന് വെച്ച്. അപ്പം നിങ്ങളുടെ ആരെങ്കിലും ഇതുകൊണ്ട് കഴിച്ചിട്ടുണ്ടോ? അത് ഞാൻ മാത്രം ആയതുകൊണ്ടാണ്. ഞാൻ 2K കിഡാണ്. അപ്പം എനിക്കിതൊക്കെ അത്ഭുതമാണ്. അപ്പോൾ നിങ്ങൾക്ക് അറിയാമെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യട്ടോ, ഞങ്ങളുടെ വീട്ടിൽ ഇങ്ങനെ ഉണ്ടായിരുന്നു എന്നൊക്കെ. അപ്പോൾ നല്ല രീതിയിൽ തീ വെക്കാതെ ഒരു ലേശം തീയാണ് വെച്ചിരിക്കുന്നത്. പെട്ടെന്ന് വാടും. അപ്പോഴേക്കും നമ്മുടെ അതെ ചേമ്പ് നല്ല കഴുകി വൃത്തിയാക്കി എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പം അത് അരിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. മറ്റത് അരിഞ്ഞ് തീർന്നു. തണ്ട് അരിഞ്ഞ് കഴിഞ്ഞിട്ടാണ് കേട്ടോ ഇല അരിഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പോഴേക്കും നമ്മൾ ചൊറിയനെ അല്ലാതെ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. വേറെ ഡെക്കറേഷൻ ഒന്നും ഇട്ടില്ല കേട്ടോ. പിന്നെ നമ്മുടെ ചെറുള്ളില്ലേ, ചെറുള്ളി നല്ലതായിട്ട് മൂപ്പിച്ചിട്ട് നമ്മുടെ കറച്ചൊക്കെ കൂട്ടാനിലേക്ക് ഇടാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ രണ്ട് വലിയമാരെ അടുക്കുള്ളത് കാരണം അങ്ങോട്ടും ഇങ്ങോട്ടും ആകുമ്പോൾ എനിക്ക് ടോട്ടലി കൺഫ്യൂഷൻ ആട്ടോ, ഏത് വീഡിയോ ഇങ്ങനെ എടുക്കുന്നു. അപ്പം മിക്സ് ആക്കി ഇങ്ങനെ വെക്കാണ്. അപ്പോഴേക്കും നമ്മുടെ ഇല അരിഞ്ഞിട്ടുണ്ടായിരുന്നു, അതൊന്നും നമ്മൾ ചുറ്റിക്കകത്ത് വെച്ചു. പിന്നെ അതിനകത്ത് പയറുകൊണ്ട് ഇട്ടിട്ടുണ്ട് കേട്ടോ. അപ്പോൾ താളുകൾ നല്ല ടേസ്റ്റാണെന്ന് വിചാരിക്കുന്നു. അങ്ങനെ ഞാനിത് തിന്നാൻ വേണ്ടി എടുത്തിരിക്കുന്നതാണിത്. അപ്പോൾ താളുണ്ട്, പിന്നെ ചൊറിയനില ഉണ്ട്. ഇത് ചൊറിയനിലാണ് കേട്ടോ. നല്ല പോലെ ഇങ്ങനെ വെന്ത് അരിഞ്ഞിങ്ങനെ വരുന്നത്. അപ്പം ഞാൻ തിന്ന് നോക്കിയിട്ട് എങ്ങനെയാണെന്ന് പറയാം. പിന്നെ കടച്ചക്ക കിട്ടണം. പിന്നെ ഇന്നലത്തെ മീൻകറി ഉണ്ടായിരുന്നു കേട്ടോ. ചൊറിയ നോക്കാമെന്ന് വിചാരിച്ചിട്ടാണ്. തിന്ന് എക്സ്പ്രഷൻ കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് ഏകദേശം മനസ്സിലാവും. പ്രത്യേകിച്ച് നമ്മൾ നോർമലി ചീര കഴിക്കൂലേ, അതേപോലെ തന്നെ നല്ല ടേസ്റ്റാണ്. നമ്മളത് പ്രതീക്ഷിച്ചിട്ടില്ല. ചൊറിയത്തില്ല കേട്ടോ. ചൊറിയുന്ന വെറുതെ തോന്നിയതാണ്, പക്ഷെ ചൊറിയുന്നിട്ടില്ലായിരുന്നു. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ ഇഷ്ടമുണ്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. അപ്പോൾ ഇത്രയുള്ള വീഡിയോ